മാതാപിതാക്കൾക്ക് പറയാനുള്ള അതേ ഉള്ളൂ എനിക്ക് അവരുടെ അടുത്ത്. എന്ത് വന്നാലും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇപ്പം മക്കളില്ലാതിനും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കും ഇങ്ങനെയുള്ളവർ, വിധവ ആയിട്ടുള്ളവർ. ചേച്ചി എങ്ങനെ ഇങ്ങനെ തരണം ചെയ്ത്, ഞങ്ങൾക്ക് പറ്റുന്നില്ല ചേച്ചി. ഞാൻ പറഞ്ഞു ജീവിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ചിലവരൊക്കെ പറഞ്ഞു ശരിയാണ്. ചിലവർ എന്നെ ഇങ്ങോട്ട് പറയും. അതിന് മുന്നേ ഒക്കെ ഒരുപാട് ഇച്ചിരി ഏജുള്ള ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത് മോളെ ഇങ്ങനെ തന്നെ മുന്നോട്ട് നമ്മുടെ കൂടെ അവരുണ്ട്, ഇങ്ങനെയുള്ളവരെ എന്നെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കും ചേച്ചിയുടെ ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ ധൈര്യപ്പെടുത്തി. ചിലർ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നൊക്കെ പറഞ്ഞയക്കും. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യരുത്, ഒരിക്കലും തല പോയ കേസ് വന്നാൽ നമ്മൾ ആത്മഹത്യ ചെയ്യരുതെന്ന് ഞാൻ അവരോട് പറയും. നമ്മൾ ജീവിച്ച് കാണിക്കണം. നമ്മൾ ക്രിസ്ത്യൻ രീതിയെ വിശ്വസിക്കുന്ന നമ്മളെ കർത്താവ് വിളിക്കുന്ന സമയം വരെ നമ്മൾ എന്തായാലും ഫൈറ്റ് ചെയ്ത് ജീവിക്കണം. രേണു വളരെ ബോൾഡാണ്, അതുകൊണ്ടാണ് രേണുവിന് അത് ഫേസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം കൂടി ഉള്ളപ്പോൾ രേണു എന്നുള്ള വ്യക്തി അതായതുകൊണ്ട് രേണുവിന് അത് തരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ രേണു തൊട്ടു മുന്നേ പറഞ്ഞു രേണുവിന് ആ മരിച്ചു കിടക്കുന്ന സുധിയുടെ ആ ഒരു മുഖം ഉറങ്ങിക്കിടക്കുന്നതായിട്ടാ തോന്നുന്നത്. അത് ഇന്നും മനസ്സിലുണ്ട്, ഒരിക്കലും നമ്മൾ ആരും അത് മറക്കില്ല. പക്ഷെ എന്നാലും സുധി എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ആ സുധി എന്നുള്ളൊരു വാക്ക് മനസ്സിലേക്ക് വരുമ്പോഴോ ആ മുഖമാണോ അതോ ഇങ്ങനെ ഈ ചിരിച്ച മുഖമാണോ, വാവക്കുട്ടിയെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ മുഖമാണോ വാവക്കുട്ടയെന്ന് പറയുന്നത് വിളിക്കുന്നതാണ്. അതാണ് ഇപ്പോഴും ആ ഒരു ചിരി, എപ്പോഴും ചിരി. ഇപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാണ് എന്നെ ശരിക്കും വഴക്ക് പറയുന്നത്. ഞാൻ കഴിക്കുന്ന കുറവായതുകൊണ്ട് എൻ്റെ അടുത്ത് വഴക്ക് പറയും. അതല്ലാണ്ട് ആള് ദേഷ്യപ്പെട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ദേഷ്യപ്പെട്ട് നമ്മുടെ ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളും ഭാര്യ ഭർത്താവ് എന്നുള്ളത് അത് 5 മിനിറ്റ് പോലും നീണ്ടു നിൽക്കത്തില്ല. അന്നേരം മിണ്ടും, വന്ന് ഇങ്ങോട്ട് വന്ന് മിണ്ടും, ആവട്ടെ മിണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് മിണ്ടും. പെട്ടെന്ന് പിണക്കം മാറ്റുന്ന ഒരാളായിരുന്നു. അത് തന്നെ. എനിക്ക് ഈ റീൽ വീഡിയോ ഒരു മോശവുമായി തോന്നിയിട്ടില്ല. ഇതിൽ ഞാൻ കംഫർട്ടാണ്, അതുകൊണ്ട് ചെയ്തു. ഇനിയും മുമ്പോട്ട് ഇത്തരം വേഷങ്ങൾ വന്നാൽ ചെയ്യും. എനിക്കും ആഹാരം കഴിക്കണം. എനിക്ക് ആര് ചിലവിന് തരും? അഭിനയം എന്റെ ജോലിയാണ്. അന്നൊന്നും ആർക്കും അവസരം തരാൻ തോന്നിയില്ല. ഞാൻ കുട്ടിക്കാലം മുതലേ ഡാൻസ്, അഭിനയവും ഒക്കെ ഉണ്ടായിരുന്നു. സുധിയേട്ടൻ വന്നപ്പോൾ ആ പിന്തുണ മുഴുവൻ ഏട്ടന് കൊടുത്തു. ഇപ്പോൾ എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് അഭിനയം തൊഴിലാക്കി. ഞാൻ വേറൊരുത്തനെയും കെട്ടാൻ പോയിട്ടില്ല. സുധിച്ചേട്ടന്റെ ഓർമ്മയിൽ ജീവിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ അതൊന്നും എന്നെ ബാധിക്കില്ല. വേറൊരാളെ വിവാഹം ചെയ്യാൻ പറയുന്നവരോട് എനിക്ക് സൗകര്യമില്ല വിവാഹം കഴിക്കാൻ. ഇനിയും നിങ്ങൾ വിമർശിക്കുന്ന ഇതുപോലുള്ള പ്രഹസനം കാണിക്കും. ആവശ്യമുള്ളവർ കണ്ടാൽ മതി. നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് ആയവരാണ്. നല്ലത് പറഞ്ഞില്ലേലും പബ്ലിക്കായി തെറി വിളിക്കാതെ ഇരിക്കുക, അത്രയുള്ളൂ. ഉറക്കമുളച്ച് നാടകം ചെയ്യുന്നത് എന്റെ കുടുംബം നോക്കാനാണ്, അല്ലാതെ ഞാൻ വേറൊരുത്തന്റെ കൂടെ പിള്ളേരെ ഇട്ടിട്ട് പോയോ? ഇല്ലല്ലോ. കാണുന്ന എല്ലാ നെഗറ്റീവ് കമന്റുകൾക്കും രേണു മറുപടി തരും. പേടിച്ചിരിക്കാൻ ഇവരുടെ ഒന്നും വീട്ടിൽ കയറി രേണു ഒന്നും മോഷ്ടിച്ചിട്ടില്ല. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിനൊപ്പം വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. അതാരും കണ്ടില്ലേ? ഒരു നെഗറ്റീവ് കമന്റും ഞാൻ നീക്കം ചെയ്യുന്നില്ല. എന്റെ ശരി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സുധിച്ചേട്ടൻ വീഡിയോ കാണുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര സന്തോഷവാനാകും. ഒരു സിനിമ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. സിനിമയിൽ അഭിനയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും രേണു പറയുന്നു. 4:30 ആയപ്പോൾ കുഞ്ഞ് കരയുന്നുണ്ട്. 4:30 ആയപ്പോഴേ അപകടം. അപ്പം ഞാൻ എണീറ്റ് കുഞ്ഞിനെ ഉറക്കിയിട്ട് ഫോണിൽ നോക്കിയപ്പോൾ 4:30 മണി. ഓൾറെഡി നോക്കിയപ്പം സുധിച്ചേട്ടൻ ഞാൻ ഫോണ് നമ്മൾ എന്തായാലും ഉണർന്ന് എഴുന്നേറ്റ് നെറ്റ് ഓൺ ആക്കുമല്ലോ, നോക്കും. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. സുധിച്ചേട്ടനെ വിളിക്കാൻ ഞാൻ 1-2 പ്രാവശ്യം നോക്കിയതാ. ചിന്ത വന്നപ്പോൾ ഞാൻ ഓർത്ത് ഉറങ്ങുമായിരിക്കും, ഉറങ്ങി വരട്ടെ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞും ഉറക്കത്തില്ല, ഞങ്ങൾ ആരും ഉറക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ പാചകവും വർത്താനവും ഒക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ കടയപ്പോക്കൊക്കെ തന്നെത്താനെയാ, സ്വന്തമായിട്ടല്ല. ഇവിടുന്ന് കവലയിലൊക്കെ പോവുകയും കവല വരെ നടന്നു പോകും, ചിലപ്പം സാധനം മേടിച്ചോണ്ട് വരും. ഇതൊക്കെ ആളുടെ ഒരു ഹോബി. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ ഈ സംഭവം നടക്കുവാ 4:30 ആയപ്പം. ഞാനന്ന് നെറ്റ് ഓൺ ആക്കിയില്ല, ഞാൻ കിടന്നുറങ്ങി. രാവിലെ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 6-6:30-7 മണിയായി ഞാൻ എണീറ്റപ്പം. കോള് വന്നുകൊണ്ടിരിക്കുന്നു. താമസിച്ച് കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പം ഒരു കോൾ എടുത്തപ്പോഴത്തേന് സുധിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ്. അപ്പോൾ ഇവർ സംഭവം അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞിട്ട് ഈ മിറ്റം മുഴുവൻ ഈ വഴി മുഴുവൻ ആൾക്കാരാണ്. ഞാനിത് അറിയുന്നില്ല. അപ്പോൾ മൂത്ത മോൻ ഇവിടെയാണ് കിടക്കുന്നത്, ഞങ്ങൾ അകത്തെ റൂമിൽ. എൻ്റെ ഒരു അനിയത്തിയുണ്ട്. പപ്പയും അമ്മയും ഹോസ്പിറ്റലിലായിരുന്നു. പപ്പായ്ക്ക് ഒരു ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞാൻ ചേട്ടത്തിയോട് ചോദിച്ചു, എന്നെ അടുത്ത് ഈ വെളുപ്പിനെ വിളിച്ചു സുധി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ചേട്ടൻ വടകര പോയതാണല്ലോ. എന്നെ അടുത്ത് വന്നില്ല, ഇപ്പം വന്ന് കാണും, ഇനിയിപ്പോൾ ഉറക്കമായിരിക്കുമല്ലോ, സ്റ്റാൻഡിൽ വല്ലോ ഇരുന്നിട്ടേ വിളിച്ചു നോക്കട്ടെ എന്ന്. അപ്പം എഴുന്നേറ്റ് 5 മണിയായപ്പം രേണു വിളിച്ചു നോക്കിയില്ലേ? 5 മണിയായപ്പോഴല്ല ഞാൻ എഴുന്നേറ്റ്, 6-6:30 ആയപ്പോഴാണ് എഴുന്നേറ്റ്. 4:30 ആയപ്പോൾ വിളിക്കാൻ തോന്നിയില്ല എനിക്ക്, എന്തോ എനിക്ക് തോന്നിയില്ല. 5 മണിക്ക് നിങ്ങളുടെ അടുത്ത് പിക്ക് ചെയ്യാൻ വരണം എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഉറങ്ങിപ്പോയി. ഉറങ്ങി 6-6:30 ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് വിളിച്ചത്. സൂചിച്ചേട്ടനെ 5 പ്രാവശ്യം വിളിച്ച്. അപ്പൊ 5 പ്രാവശ്യം വിളിച്ചിട്ടും ബെല്ലടിക്കുന്നുണ്ട്. പക്ഷെ ആ ഫോൺ ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കൊടുത്തു നോക്കി കടയിൽ, അതുപോലെ അത് തകർന്നു പോയി. പക്ഷെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊന്ന് ഡിസ്പ്ലേ പോയി കാണും, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല ആരും. അപ്പൊ എനിക്ക് ഡൗട്ടൊന്നും അടിച്ചില്ല. നമുക്ക് അങ്ങനെ തോന്നും, നമ്മുടെ ആള് മരിച്ചു പോകും, നമ്മൾ ഓർക്കുമോ, ഇനി എന്തുവാ ഇത് സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കോള് വരുന്നത്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്ന് തിണ്ണേ വന്നോണ്ട് വേറൊരു കോള്, ചേച്ചി വാർത്തക്കകത്ത്. ശരി. അപ്പൊ എന്റെ വിചാരം പണ്ട് നമ്മുടെ കൊറോണ ടൈമിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ വന്നായിരുന്നു സുചേട്ടന്. ഒരു സാമ്പത്തികമായിട്ടുള്ള കടം
ത്തിന്റെ പ്രശ്നമൊക്കെ വന്നായിരുന്നു ആ കൊറോണ ടൈം. ഇനി അത് വല്ലതും ആണോ വാർത്തക്കകത്തെന്ന് ഞാൻ ചോദിക്കുക. അപ്പൊ അവര് പറഞ്ഞു ചേച്ചി അപ്പൊ ഒന്നും അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും അറിഞ്ഞില്ല, എന്താ സംഭവം എന്ന് ചോദിച്ചു. അവരന്നേരം കട്ട് ചെയ്ത് 2-3 കോൾ ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് അടിച്ച്. ടി വിയിലെ വാർത്ത എന്ന് പറയുമ്പോൾ ഞാൻ എന്നിട്ട് ടി വി വെച്ചില്ല. ഞാൻ കിച്ചുവിനോട് പറഞ്ഞേടാ നീ ഒന്ന്. അപ്പോൾ അവൻ ഉറക്കത്തില്ല, നല്ല ഉറക്കത്തില്ല. വെളുപ്പിനെ അങ്ങോട്ട് കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് വന്ന് കിടന്ന് എവിടെയോ എന്തോ ആവശ്യത്തിന് പോയതാ, കല്യാണ പാർട്ടി എന്തോ. അപ്പം ഞാൻ പറഞ്ഞു കിച്ചു ഒന്ന് എണീക്കടാ, നമ്മുടെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്, നീ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ ദേ ഉറക്കത്തെ വിളിച്ചതല്ലേ, ഈ അമ്മയുടെ കാര്യം അച്ഛൻ എന്നാ പറ്റാനാ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് ഇവൻ കോൾ എടുത്തോണ്ട് ഫോൺ എടുത്തോണ്ട് അകത്തോട്ടങ്ങാണ്ട് കയറി. ഞാനിത് കതവ് തുറന്ന് വെളിയിലിറങ്ങിയപ്പോൾ അവിടെ തൊട്ട് ഇവിടെ വരെ ആൾക്കാർ എല്ലാവരും ഇങ്ങോട്ട് നോക്കി നിൽക്കും. എത്ര മണിയായിട്ടുണ്ടാവും? 6, 7 മണിയായി. എന്തായാലും 7 മണിയായി. അപ്പോഴും നിങ്ങൾ ടി വി ഒന്നും ഇട്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല? ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അല്ലെ ഇവര് വെളുപ്പിനെ വാർത്ത വെക്കുന്ന 24. ഇവരിവിടെ ഇല്ലല്ലോ, വേറെ ആരും വിളിച്ചിട്ടുമില്ല. വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഞാൻ മിസ് കോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സംഭവം നമുക്ക് അറിയത്തില്ല. അപ്പൊ ഒരു കോളും എടുത്തിട്ടുമില്ല? 2-3 കോൾ എടുത്ത്. ചേടത്തി ഞാൻ പറഞ്ഞില്ല, ചേടത്തി വിളിച്ച കോൾ എടുത്ത്. അവരാരും ഒന്നും പറഞ്ഞിട്ടുമില്ല? അവർക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന്. വെളിയിൽ ഇറങ്ങിയപ്പോ ആൾക്കാർ. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുക, എന്തോ സംഭവം എന്ന് ചോദിക്കുന്നില്ല. അപ്പം ചോദിക്കുവാ ഞാനിങ്ങനെ. അപ്പം ഇപ്പുറത്തും ഒരു അമ്മച്ചി ഓടി വന്നില്ല, രേണു ഒരു ചെറിയൊരു അപകടം പറ്റി. സുധിയൊക്കെ വന്നപ്പോഴേ ബിനുവടിമാരിയൊക്കെ ഉണ്ടായിരുന്നു, മഹേഷും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു അപകടമാണ്. സുധീർ എന്തോ കയ്യോ കാലോ എങ്ങാണ്ട്. അപ്പം എനിക്ക് കയ്യോ കാലോ ഓടിഞ്ഞ ഇങ്ങനെ ആൾ വരുമോ? അപ്പം ഞാൻ ഇവരോടെല്ലാം ചോദിക്കുന്നത് സുചേട്ടൻ എന്തായാലും സുചേട്ടൻ ഉണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. കാരണം എനിക്ക് സുചേട്ടൻ ഇല്ലാണ്ട് പറ്റത്തില്ല, ചിന്തിക്കാനേ പറ്റുന്നില്ല. പുള്ളിയോട് സംസാരിക്കാണ്ട്, അല്ലാതെ 5 വർഷമായിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ. പുള്ളിയോട് മിണ്ടാണ്ട് എനിക്ക് പറ്റത്തില്ല. ഉണ്ടോ ഇല്ലയോ? അപ്പം ആരും ഒന്നും മിണ്ടുന്നില്ല. ഈ വീട് തൊട്ട് ആ വീട് വരെ ഞാൻ തിരക്കുന്നുണ്ട്, ഓരോരുത്തരുടെ വീടിൻ്റെ വാതിൽ സുചേട്ടൻ ഉണ്ടോ, ആളുണ്ടല്ലോ അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഈ കിണറ്റുകരെ വന്നങ്ങ് ഇരുന്ന്. അപ്പം എനിക്ക് തോന്നുന്നത് ഐശ്വര്യനെയാന്ന് തോന്നുന്നു അയച്ചേക്കുന്നത് പറയാൻ വേണ്ടിയിട്ട്. ഐഷു ഇല്ലേ സ്റ്റാർ മാജിക്കിലെ ഡാൻസർ. അപ്പം ഐശ്വര്യയും ഫാമിലി അവിടം വരെ പകുതി വന്നപ്പോൾ ആൾക്കാരെ തടഞ്ഞു വെച്ച് അവൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അവരവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു, 24-ന്റെ ക്യാമറ എല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഈ കിണറിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇരുന്നപ്പോൾ ഒരു കുട്ടി, അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി, അപ്പുറത്തെ സ്ഥലത്തിലെ ഒരു കുട്ടി ഓടി വന്ന് എന്നോട് ചോദിച്ചു, ചേച്ചി ബോഡി ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് കൊല്ലത്തോട്ടാണോ എന്ന്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ അറിയുന്ന ആൾ പോയെന്ന്. ഒരുമാതിരി ഒരു കിളി പോയ പോലെ ആയിപ്പോയി തലേന്ന്. ഇങ്ങനെ അങ്ങ് ഇരുന്ന് ഇങ്ങനെ ഇരിക്കുമോ, അനങ്ങുന്നില്ല. സുധിച്ചേട്ടൻ മരിച്ചെന്നോ? നമ്മൾ സ്വപ്നത്തിൽ കരുതുമോ സുധിച്ചേട്ടൻ മരിച്ചെന്ന്?